ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭ അധികൃതർ അടച്ചുപൂട്ടി. ലൈസൻസ് പുതുക്കാതിരുന്നതിനെ തുടർന്നാണ് സിനിമാ തിയേറ്റർ പൂട്ടി സീൽ ചെയ്തത്. പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവർ റോഡ്, പൊട്ടിച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നത്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ആവേശമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 30ഓളം ഗജവീരന്മാർ അണിനിരന്നു. വാർത്തകൾ വിശദമായി. മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭ അധികൃതർ അടച്ചുപൂട്ടി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ വർണ്ണ സിനിമാസിന്റെ സിനിമാഗ്രഫി എക്സിബിഷൻ നിയമപ്രകാരമുള്ള ലൈസൻസ് പുതുക്കാതിരുന്നതിനും 2024 ഏപ്രിൽ മുതൽ വിനോദ നികുതി അടയ്ക്കാത്തതിലുമാണ് നഗരസഭ റവന്യൂ അധികൃതർ തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത്. തിയേറ്റർ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ തിയേറ്റർ ഉടമകൾക്ക് നഗരസഭ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ലൈസൻസ് പുതുക്കാതെ തിയേറ്റർ നടത്തിപ്പ് തുടരുന്നതായി തിയേറ്റർ ചെക്കിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നഗരസഭ അധികൃതർ തിയേറ്ററിലെത്തി തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപാണ് തിയേറ്ററിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തിയേറ്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള സംഘം സമീപവാസിയായ ഗൃഹനാഥനെ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ഇത്തവണ നെല്ല് സംഭരിക്കുന്നത്. 3 ആഴ്ചയോളം കർഷകർ ടാർപോളിൻ വാടകയ്ക്കെടുത്താണ് നെല്ല് സൂക്ഷിച്ചിരുന്നത്. ടാർപോളിൻ വാടകയ്ക്കെടുത്തതിൽ വൻ നഷ്ടമാണ് ഇത്തവണ കർഷകർക്കുണ്ടായത്. സർക്കാരുമായി മില്ലുകാർ നടത്തിയ ചർച്ചയിൽ തീരുമാനം വൈകിയതാണ് നെല്ല് സംഭരണം വൈകാനിടയാക്കിയത്. സംഭരിക്കുന്ന 100 കിലോ നെല്ലിൽ നിന്ന് 68 കിലോ അരിയാണ് സർക്കാരിന് മില്ലുകാർ നൽകിയിരുന്നത്. നഷ്ടം മൂലം അരിയുടെ അളവ് കുറയ്ക്കണമെന്നായിരുന്നു മില്ലുകാരുടെ ആവശ്യം. ഒടുവിൽ 66 കിലോ ആയി കുറച്ചതോടെയാണ് മില്ലുകാർ നെല്ല് സംഭരണം തുടങ്ങിയത്. ഇത്തവണ വൈക്കോലിന് മികച്ച വില കിട്ടിയത് കർഷകർക്ക് ആശ്വാസമായി. ഒരു കെട്ട് വൈക്കോലിന് 120 മുതൽ 160 രൂപ വരെയാണ് വില കിട്ടിയത്. 80 ഏക്കറുള്ള കാഞ്ഞിരപ്പാടത്ത് ഇത്തവണ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. TCB ന്യൂസ്, കുന്നംകുളം. ചാഴൂർ പഞ്ചായത്തിലെ 8-9 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളം കിട്ടാതായിട്ട് ആഴ്ചകളായെന്നും വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും നിസ്സംഗതയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തേവർ റോഡ്, പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാണ്. അതിനാൽ ഇവിടത്തുകാർക്ക് ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. എന്നാൽ വിവിധ സ്ഥലങ്ങളിലെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി കാരണം പലപ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് വീടുകളിലും പൊതു ടാപ്പുകളിലും ശുദ്ധജലം എത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 3 ദിവസം കൂടുമ്പോൾ വന്നിരുന്നു. ആ വെള്ളം ഇപ്പോൾ ഒരാഴ്ച മേലെയായി വന്നിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക്, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ളം മസ്റ്റാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കിട്ടുന്ന കണക്ഷനാണ്. പക്ഷെ കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് 11 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഇല്ലാണ്ട് ഏയിനെ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അഥവാ റെസ്പോണ്ട് ചെയ്താൽ തന്നെ അവർ നാളെ വരും എന്നാണ് പറയുന്നത്. കോട്ടം ഭാഗത്ത് വെള്ളം പൊട്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച എന്നിട്ട് വെള്ളം വന്നിട്ട് തിങ്കളാഴ്ച ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച കുറച്ച് നേരം വെള്ളം വന്നത് നിന്നു. അതിനുശേഷം ഇതുവരെ വെള്ളമില്ല. ഓരോ വീട്ടിലും ഞങ്ങൾ 4ഉം 5ഉം ടാങ്ക് വാങ്ങിച്ചു വെച്ചിട്ടാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. എന്നും ഇവർക്ക് ടാങ്കിന്റെ പണിയാണ്, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടി. ഇന്നിപ്പോൾ അവരയച്ചതിന്റെ വാട്സപ്പിൽ വിളിച്ചപ്പോൾ അവരയച്ചു തന്നത് ഒരു പണി നടക്കുന്ന ഒരു വീഡിയോ ആണ് അവരയച്ചത്. കരാറുകാർക്ക് കൃത്യമായി പണം ലഭിക്കാത്തതാണ് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകുന്നതെന്ന് പറയുന്നു. വെള്ളം ലഭിക്കാത്തയിടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ടെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ല. MLA അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ MLA ഈ പ്രദേശത്ത് വന്ന് ഇടപെട്ടു. ജനങ്ങളുടെ
കാരണം എന്താണ് വെള്ളം കിട്ടാത്തതിൻ്റെ MLA-നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി കാണിക്കുന്നത്. MLA ഈ പറഞ്ഞ് ഇവിടെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തു പോയി വന്നതിന് ശേഷം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതിൽ കൂടുതൽ വെള്ളം വന്നിട്ടില്ല. 30 ദിവസത്തിനുള്ളിൽ ആകെ വെള്ളം വന്നത് 3-4 ദിവസം മാത്രം. ശാശ്വതമായ പരിഹാരമില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. TCV ന്യൂസ്, തൃപ്രയാർ. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുമ്പോൾ സർക്കാർ ഫണ്ടിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് 5 വർഷം മുൻപ് വാങ്ങിയ ബോട്ടുകളും അതിനായി ഒരുക്കിയ ബോട്ട് ജെട്ടി ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അക്വാ ടൂറിസം പദ്ധതിക്കായി VR സുനിൽകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് 2020-21 വർഷത്തിൽ അനുവദിച്ചത്. ഫാമിന്റെ പുറത്തെ ജലാശയത്തിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കി പ്രാദേശിക ടൂറിസം പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി 6 ബോട്ടുകളാണ് വാങ്ങിയിരിക്കുന്നത്. 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന പെഡൽ, തുഴയൽ ബോട്ടുകളാണ് പദ്ധതിയിൽ വാങ്ങിയത്. കൂടാതെ ബോട്ട് ജെട്ടിയും ഓഫീസും നിർമ്മിച്ചു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മാറ്റി 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നൽകുന്നത്. വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇതിനായി അനുവദിക്കുന്നത്. കൃഷിയിടങ്ങളിലേക്ക് സന്ദർശകരെ വിലക്കുന്ന തരത്തിൽ സുരക്ഷയുള്ള ഭാഗത്താണ് ഇക്കോ ടൂറിസം പദ്ധതിക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുവാദം നൽകുന്നത്. നിലവിൽ വാങ്ങിയിട്ടുള്ള ബോട്ടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകാൻ കഴിയുമെന്നാണ് അഡാക് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇക്കോ ടൂറിസം പദ്ധതിയിൽ സീഫുഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണശാല, അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം, ബോട്ടിംഗ്, മറ്റു ഇലക്ട്രിക്കൽ വാഹനങ്ങളിലെ സവാരികൾ, താൽക്കാലിക ഫാം ഹട്ട്, ഫാം സ്കൂൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, പൂന്തോട്ടം, അക്വേറിയം എന്നിവ ഒരുക്കാവുന്നതാണെന്ന് ടെൻഡർ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ആവേശമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 30ഓളം ഗജവീരന്മാർ അണിനിരന്നു. ബുധനാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം ആഘോഷം സമാപിക്കും. മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തിനോടനുബന്ധിച്ച് പൊങ്കാലയിടൽ ചടങ്ങ് നടന്നു. ഉച്ചതിരിഞ്ഞ് പൂരം എഴുന്നള്ളിപ്പ് നടക്കും. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പരിപാലന സമിതി പ്രസിഡന്റ് ഭാസ്കരൻ കെ മാധവൻ, സെക്രട്ടറി പ്രശാന്ത് എടത്തറ എന്നിവർ നേതൃത്വം നൽകും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MD-യുമായ പ്രജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. COA കേച്ചേരി മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്.
തുടർന്ന് നടന്ന സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MD-യുമായ പ്രജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അതാത് സമയത്തുള്ള ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൻകിട കമ്പനികൾ വലിയ പദ്ധതികളുമായി അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയനുസരിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ മേഖലകൾ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ തന്നെ നമുക്കും മത്സരിക്കാനും നമുക്കും നിലനിൽക്കാനും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിപ്പിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സംഘടന ഒരുക്കിയിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം AS പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. COA മേഖലാ സെക്രട്ടറി AR റജി പ്രവർത്തന റിപ്പോർട്ടും PP ബിജു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KV രാജൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ, COA ജില്ലാ ട്രഷറർ CG ജോസ്, തൃശൂർ കേരള വിഷൻ ഡയറക്ടർ KC ജോൺസൺ, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. വാഴാനി ഡാം റിസർവോയറിന് സമീപം കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്റിനറി സർജൻ എത്തും. തൃശൂർ, എറണാകുളം ജില്ലകളുടെ ചുമതലയുള്ള ഡോക്ടർ ബിനോയാണ് ആനയെ പരിശോധിക്കാനെത്തുന്നത്. നിരീക്ഷണത്തിന് വനംവകുപ്പ് പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇടത് കാലിൽ നിന്ന് പഴുപ്പ് ഒഴുകി അതീവ അവശനിലയിലായ കൊമ്പന് നടക്കാനും തീറ്റയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഭൂരിഭാഗം സമയത്തും കൊമ്പൻ വനത്തിന് പുറത്താണ് നിൽക്കുന്നത്. വേദന അസഹനീയമാകുമ്പോൾ ഡാമിലിറങ്ങി മുങ്ങിക്കയറും. മദപ്പാടിന്റെ ലക്ഷണമുള്ളതായും സംശയമുണ്ട്. കൂട്ടാനകളുടെ കുത്തേറ്റതാണ് ഗുരുതര പരിക്കേറ്റെന്നാണ് പ്രാഥമിക നിഗമനം. വാഴാനി ഡാം കെട്ടിന് സമീപത്തു നിന്ന് 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ആന നിലകൊള്ളുന്ന പീച്ചി വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ. ഇതിനുശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പാവറട്ടി ടൗൺ നവീകരണം നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ വ്യക്തമാക്കി. പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിഡന്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവറട്ടി സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനും പ്രധാന പരിഗണന നൽകും. നിർദ്ദിഷ്ട സ്ഥലത്ത് വൈദ്യുതി ശ്മശാനം സ്ഥാപിക്കും. കായലോരം വിനോദ കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നും ആന്റോ ലിജോ പറഞ്ഞു. മികച്ച ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് വേലൂർ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദുവിൽ നിന്ന് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി ജിബിൻ, അഷ്ന, ജമീല രാജീവ്, അംഗങ്ങളായ ബിന്ദു നന്ദനൻ, ഗീത ബാലകൃഷ്ണൻ, ബഡ്സ് സ്കൂൾ അധ്യാപിക അഞ്ജു ജയൻ എന്നിവർ പങ്കെടുത്തു. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി AC മൊയ്തീൻ MLA അറിയിച്ചു. സിഗ്നൽ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കെൽട്രോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ ഹമ്പുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകി. നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കുമെന്ന് MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചാലക്കുടി പള്ളിപ്പാടത്ത് സ്വകാര്യ വ്യക്തി നികത്തിയ കുളം പൂർവ്വസ്ഥിതിയിലാക്കി. തിരുനാൾ എക്സിബിഷന് സ്ഥലം ശുചീകരിക്കുന്ന മറവിലായിരുന്നു സ്ഥലമുടമ കുളം നികത്തിയത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെയാണ് സ്വകാര്യ വ്യക്തി തന്നെ കുളം നികത്താൻ ഉപയോഗിച്ച മണ്ണ് നീക്കിയത്. ഇനി നമുക്ക് സാജനെ പരിചയപ്പെടാം. തന്റെ സ്വന്തം ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് സാജൻ. താൻ ഉണ്ടാക്കുന്ന പപ്പടം ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്ന തനത് ശൈലിയാണ് ഈ ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ബിസിയാണോ? ബിസിയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്ത് ക്ഷമിക്കണേ. ഒരു മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. സാറേ, ഒരു പേര് പപ്പടം എടുത്തൂടെ? ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ശീലിച്ച രീതിയാണ് താൻ ഇപ്പോഴും തുടർന്നു പോരുന്നതെന്ന് സാജൻ പറയുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ വിലയുണ്ടെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് മതിലകം കൂളിമുട്ടം സ്വദേശിയായ ഈ 35-കാരൻ. മുൻപ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അപകടത്തെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സാജൻ പപ്പട നിർമ്മാണത്തിലേക്ക് തിരിയുന്നത്. ഞാൻ ആദ്യം കൽപ്പനയാണ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരുന്നു. കൈക്കൊരു ആക്സിഡന്റ് ആയിട്ടേ
വാർക്കര മൂളിൽ നിന്നൊക്കെ വീണിട്ടൊക്കെ. അപ്പൊ ആ വൈഫും ഒക്കെയാണ് പെങ്ങന്മാരെ കൂടെ പ്ലാൻ ചെയ്താണ് നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്നും പറഞ്ഞു. അതിനപ്പോൾ ആദ്യം വീടുകളിലാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ശബരിമലയ്ക്ക് മാലൊക്കെ ഇട്ടപ്പോൾ വീടുകളിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അമ്പലത്തിൽ സെയില് വന്നു തുടങ്ങിയത് 2017-18 ഇവിടെ അല്ല, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട് മെഡിസിൻ കമ്പനിയിൽ പാക്കിംഗ് സെക്ഷനിൽ. അപ്പൊ അവിടെ നമ്മ ഈ കസ്റ്റമറായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, അപ്പൊ ആ സ്റ്റൈൽ അങ്ങനെ വന്നത്. ഉപഭോക്താക്കളെ മാന്യമായി സമീപിച്ച് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് സാജൻ പറയുന്നു. മകൻ അലങ്കൃതിന്റെ വിളിപ്പേരായ അല്ലൂസാണ് പപ്പടത്തിന്റെ ബ്രാൻഡ് നെയിം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. നാട്ടിക KMP സ്കൂളിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി വട്ടപ്പറമ്പിൽ സഹീർ മകൻ 25 വയസ്സുള്ള ഇർഫാനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നാട്ടിക സ്വദേശി പെരിങ്ങാട്ട് ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് കിണറിന്റെ ആൾമറ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. മാവിൻചുവട് വട്ടപ്പുള്ളി വീട്ടിൽ 47 വയസ്സുള്ള ജയനാണ് മരിച്ചത്. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് ജയനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോണും ബൈക്കും കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. ചളിങ്ങാട് സ്വദേശി പത്തമ്പുള്ളി വീട്ടിൽ നസ്മലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം ചാമക്കാല സ്വദേശി കിഴയപ്പാട്ട് വീട്ടിൽ നിസാമുദ്ദീനെ ആക്രമിച്ച കേസിലാണ് നടപടി. കയ്പമംഗലം SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈ കേസിലെ മറ്റ് പ്രതികളായ ഷാബിദ്, ഫാസിൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. നിരവധി കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ മുരിയാട് സ്വദേശി ഗുമ്മൻ സനീഷിനെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് ജയിലിൽ അടച്ചു. ആളൂർ, കൊടകര, പുതുക്കാട് സ്റ്റേഷനുകളിലായി 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സനീഷ്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 85 പേരെ കാപ്പ പ്രകാരം ജയിലിൽ അടച്ചതായി SP B കൃഷ്ണകുമാർ അറിയിച്ചു. ജാർഖണ്ഡിൽ നിന്നുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിനു വേണ്ടിയാണ് സംഘം എത്തിയത്. കിലയിലെത്തിയ സംഘം കോർഡിനേറ്റർ PV രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്തിലെത്തിയത്. പ്രസിഡന്റ് ബിന്ദു ഗിരീഷിന്റെ നേതൃത്വത്തിൽ ജാർഖണ്ഡ് സംഘത്തെ സ്വീകരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മകരച്ചൊവ്വയോടനുബന്ധിച്ച് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പൊങ്കാല നിവേദ്യം അർപ്പിച്ചത്. ചടങ്ങുകൾക്ക് മേൽശാന്തി നീലമന ദുർഗദാസ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് PK മോഹനൻ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പുതിശ്ശേരി, ട്രഷറർ EU ശ്രീനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭക്തർ തവിട് തൂളിക്കൽ വഴിപാട് നടത്തി. ക്ഷേത്രം മൂരാളൻ തത്താണത്തുമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമീപ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ചികിത്സ ഉറപ്പാക്കണമെന്ന് പഞ്ചായത്ത് അംഗം ഷംനാസ് തിച്ചൂർ ആവശ്യപ്പെട്ടു. തിച്ചൂർ മേഖലയിലുള്ളവർക്ക് ഇവിടെ നിന്ന് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും മരുന്നും ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്.
പ്രായമായവരെ വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മടക്കി അയക്കുകയാണെന്നും ഷംനാസ് തിച്ചൂർ പറഞ്ഞു. വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് നിവേദനവും നൽകി. വരൂർ പഞ്ചായത്ത് തിച്ചൂരിലെ വാർഡ് മെമ്പറാണ് ഞാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഗ്രാമത്തിലെ ആളുകളുടെ വീടുകളിലൊക്കെ ഒന്ന് ഗൃഹസന്ദർശനം നടത്തിയപ്പോഴാണ് അവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് പ്രഷർ, ഷുഗർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് എരുവട്ടി ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ള വിവരം അറിയുന്നത്. ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എരുവട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വരവൂരിലുള്ള ആളുകൾക്ക് അവിടുന്ന് മരുന്ന് കൊടുക്കില്ല എന്നും അവർ വരവൂരിൽ പോയി മരുന്ന് മേടിക്കട്ടെ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണെന്നും അറിയാൻ സാധിച്ചു. അന്വേഷിച്ചപ്പോൾ പറയുന്നത് എരുവട്ടിയിലുള്ള ഈ വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എരുവട്ടി പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് നൽകുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള പ്രദേശം തന്നെയാണ് തിച്ചൂർ എന്നിരിക്കെ തന്നെ ഇത്തരത്തിലൊരു വിവേചനം തിച്ചൂരിനോട് കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതിനെതിരെ നമ്മളൊരു പരാതി ആരോഗ്യമന്ത്രി അടക്കമുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കുടിവെള്ള ടാങ്കർ ലോറി വഴിപാടായി ലഭിച്ചു. സ്വകാര്യ കമ്പനി ഉടമ ശ്രീനിവാസരാജയാണ് ഇലക്ട്രിക് മിനി ട്രക്ക് വഴിപാടായി സമർപ്പിച്ചത്. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി ഇത് ഉപയോഗിക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്നപ്പോഴായിരുന്നു സമർപ്പണം. കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന വാഹന പൂജയ്ക്ക് ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ വാഹനത്തിന്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോ സഹദായുടെ അമ്പു തിരുനാളിന് കൊടിയേറി. ഫാദർ ഡൊമിനി തലക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികനായിരുന്നു. 24 മുതൽ 27 വരെയാണ് തിരുനാൾ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ KS മുജീബിന്റെ കുടുംബത്തിന് കേരള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി സഹായധനം കൈമാറി. കോടാലിയിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA തുക കൈമാറി. 20 ലക്ഷം രൂപയാണ് ഇരു സംഘടനകളും ചേർന്ന് സമാഹരിച്ചത്. ചടങ്ങിൽ KPOA റൂറൽ ജില്ലാ പ്രസിഡന്റ് KP രാജു അധ്യക്ഷനായി. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് TS സിനോജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, സംഘടനാ ഭാരവാഹികളായ ML വിജോഷ്, BU സിൽജോ തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലെ അമ്പ് തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. ഫാദർ വർഗീസ് തരകൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി കവലക്കാട്ട്, കൈക്കാരന്മാരായ കുര്യാക്കൂസ് തറയിൽ, സിജോ ചുങ്കത്ത്, ജോൺ മാത്യു കൂട്ടുങ്കൽ, ജനറൽ കൺവീനർ സിജോ മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മകരച്ചൊവ്വ ആഘോഷത്തിന്റെ ഭാഗമായി കോലഴി കൊടുമുള്ളിക്കാവ് വേട്ടക്കര ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി രമേശ് കീഴോത്തിന്റെ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം വർണ്ണാഭമായി. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ പീതാംബരൻ തിടമ്പേറ്റി. വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. താഴത്തേക്കാവിലേക്ക് വേലവരവും ഉണ്ടായിരുന്നു. അടാട്ടു പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സാ പദ്ധതിയുമായി പ്രസിഡന്റ് അനിൽ അക്കര. അമല ആശുപത്രിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അമല ആശുപത്രി ഡയറക്ടർ ജൂലിയസ് അറക്കൽ, ജോയിന്റ് ഡയറക്ടർ ഡെൽജോ പുത്തൂർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മാർച്ച് ആദ്യവാരം മുതൽ ഈ സംരംഭം നിലവിൽ വരും. അമല ആശുപത്രിയിൽ ജനറൽ വാർഡിൽ പ്രവേശിക്കുന്ന അടാട്ടു പഞ്ചായത്ത് നിവാസികൾക്ക് ഫാർമസി ബിൽ ഒഴികെയുള്ള ബില്ലുകൾക്ക് 35% കിഴിവ് ലഭിക്കും. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി റേഷൻ കാർഡിന്റെ കോപ്പിയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശുപാർശയും സഹിതം പ്രത്യേക ഫോമിൽ അപേക്ഷ നൽകണം. തുടർന്ന് അമല ആശുപത്രി ഓരോ വ്യക്തിക്കും ഹെൽത്ത് കാർഡ് അനുവദിക്കും. ഓരോ വർഷവും ഈ കാർഡ് പുതുക്കണം.
ഫെബ്രുവരി 1 മുതൽ പഞ്ചായത്ത് അംഗങ്ങൾ മുഖേന ഫോം വിതരണം ചെയ്യുമെന്നും അനിൽ അക്കര വ്യക്തമാക്കി. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നെൽകൃഷി വിളവെടുപ്പ് നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമന്റ് ഫ്രാൻസിസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, വാർഡംഗം അംബിക ജോജൻ, കൃഷി ഓഫീസർ നീതു B. നായർ, പടവ് കമ്മിറ്റി ഭാരവാഹികളായ ഹരി മഞ്ചറമ്പത്ത്, AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലക്കുടി പോട്ടയിൽ ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപം മരം കടപുഴകി വീണ് ഒരാൾക്ക് പരിക്കേറ്റു. വൈദ്യുതി ലൈൻ പൊട്ടിവീണു. കൊരട്ടി നാലുകെട്ട് സ്വദേശി കൂട്ടാലപ്പറമ്പിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ഇയാളെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ ഇരുന്നിരുന്ന സ്കൂട്ടറും തകർന്നു. ചാലക്കുടി ഫയർഫോഴ്സ് എത്തിയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ചാലക്കുടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുവാൻ സത്വര നടപടികൾ സ്വീകരിക്കുന്നതിന് നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. റെയിൽവേ സ്റ്റേഷൻ പരിസരം, KSRTC റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെ അനധികൃത പാർക്കിംഗ് കർശനമായി ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കും. കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് സർവീസ് റോഡുകളിൽ വൺ വേ ക്രമീകരണം ഏർപ്പെടുത്താനും ധാരണയായി. പ്രതിപക്ഷം അടിയന്തര കൌൺസിലിന് നോട്ടീസ് നൽകിയ തെരുവുനായ വിഷയവും ചർച്ച ചെയ്തു. തെരുവുനായ്ക്കൾക്കുള്ള ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുവാനും തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകാനും തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, വിൽസൺ പാണാട്ടുപറമ്പിൽ, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, ഷിബു വാലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരത്തിൽ ജുവലറി ഉടമയും ഭാര്യയും വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എലിഞ്ഞിപ്ര നായരങ്ങാടി സ്വദേശി കൂട്ടാല വീട്ടിൽ ഷാജു, ഭാര്യ സൗമ്യ എന്നിവരാണ് കടയ്ക്കുള്ളിൽ വെച്ച് എലിവിഷം കഴിച്ചത്. ഇരുവരെയും ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് പറയുന്നു. കുട്ടനെല്ലൂർ ശ്രീ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് സൈക്കോളജി വിഭാഗം സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ വർക്ക്ഷോപ്പിന് തുടക്കമായി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ PK അധ്യക്ഷത വഹിച്ചു. സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സുജിഷ TG, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മാളവിക TS, സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ മിസസ് ജിഷ കക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,10,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടി. ലൈസൻസ് പുതുക്കാതിരുന്നതിനെ തുടർന്നാണ് സിനിമാ തിയേറ്റർ പൂട്ടി സീൽ ചെയ്തത്. പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവർ റോഡ്, പൊട്ടിച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നത്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ആവേശമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 30ഓളം ഗജവീരന്മാർ അണിനിരന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.